കേരളത്തിലെ CPM-ൻ്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ ശ്രീ പിണറായി വിജയൻ്റെ വീടുകളിൽ നടക്കുന്ന റെയ്ഡ് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർ നൽകിയ സേവനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മകൾ നിയമാനുസൃതം വാങ്ങിയിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത്. പ്രഥമദൃഷ്ട്യാ പോലും ഈ കേസിൽ ആവശ്യമായ തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ കേസിന് അസാധാരണമായ ഒരു പ്രാധാന്യം നൽകി പിണറായി വിജയനിലൂടെ CPM-നെ വേട്ടയാടാനാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി ഇവിടെ ED ശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി വാങ്ങിയ പണം, സേവനം നൽകി ആ പണം നിയമാനുസൃതം ബാങ്ക് വഴി വാങ്ങുകയും സർക്കാരിന് കൊടുക്കേണ്ട നികുതി പണം കൃത്യമായി അടയ്ക്കുകയും ചെയ്ത് എല്ലാ നിയമാനുസൃത നടപടികളും പൂർത്തീകരിച്ച് എക്സാലോജിക് കമ്പനി അവരുടെ സേവനം കൊടുത്ത് ഈ പ്രശ്നം അവസാനിപ്പിച്ചതാണ്. എന്നാൽ രാഷ്ട്രീയമായ വൈരാഗ്യം തീർക്കാനും CPM-നെ തകർക്കാനും ഇതൊരു പിടിവള്ളിയായി കണ്ട് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെ ED അങ്ങേയറ്റം രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടിയാണ് ഈ പുകമറ സൃഷ്ടിക്കാനുള്ള ഈ റെയ്ഡ് നടക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം, ബഹുമാന്യ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടച്ചു. ആ കേസ് കോടതിയിൽ ചെന്നു. എന്താണ് കോടതി പറഞ്ഞത്? പ്രഥമദൃഷ്ട്യാ പോലും എടുക്കാൻ കഴിയാത്ത തെളിവില്ലാത്ത കേസായിട്ടാണ് ആ കേസ് തള്ളിക്കളഞ്ഞത്. പക്ഷേ ജയിലിലടച്ച് മാസങ്ങളോളം പീഡിപ്പിച്ച് രാഷ്ട്രീയമായ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ BJP നടത്തിയ ശ്രമം വിജയിച്ചു. അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും BJPക്ക് നേട്ടമുണ്ടാക്കാൻ ആ പ്രശ്നത്തെ ഉപയോഗിച്ചു. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടുന്ന ഒരു ഏജൻസിയായി ED മാറുന്നു. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മണിക്കൂറുകൾ ചോദ്യം ചെയ്ത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തെ വെല്ലുവിളിക്കുന്ന തരത്തിൽ ED മാറി. എന്താണ് ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട്? BJPയുടെ അന്വേഷണ ഏജൻസിയെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ അപലപിക്കാനോ എതിർക്കാനോ കോൺഗ്രസ് തയ്യാറാകുമോ? പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം.